ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോയി, എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷു അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അവിയലാണ് കേട്ടോ. അവിയൽ നമ്മളെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കും, ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു അവിയലാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യത നമുക്ക് ഇഷ്ടമില്ല വെജിറ്റബിൾസൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് വെള്ളരിയാണ്. വെള്ളരി ഇതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, കുറച്ചും കൂടി തിക്കായിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ വെജിറ്റബിൾ ചെറിയ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ചേനയാണ്. എല്ലാം ഒരു കാൽ കപ്പ് അളവ്, നമ്മളെ അളവ് അനുസരിച്ചിട്ട്, നമ്മൾ ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. ഓക്കെ. അപ്പം പച്ചക്കായയും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനേക്കാളും വലിയ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും വലിയ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാനൊരു എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് നേരെ രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാം മിക്സായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാം അവിയൽ രൂപത്തിൽ കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വഴുതിനിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ മത്തൻ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, ഇത്രയൊന്നും വെജിറ്റബിൾ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റും പിന്നെ അത്യാവശ്യം വേണ്ടത് മുരിങ്ങക്കയും വേണം കേട്ടോ. ഓക്കെ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസും ഞാൻ എടുത്തിട്ടുണ്ട്. ബീൻസിന് പകരം പയർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ബീൻസായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ബീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് മുരിങ്ങക്ക. ഓക്കെ, മുരിങ്ങക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഇപ്പോൾ മുരിങ്ങക്ക ഒക്കെ വാടി കൊലയിച്ച മുരിങ്ങക്ക മാത്രമേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഇനി വിഷുവിൻ്റെ ടൈം ആകുമ്പോൾ നല്ല മുരിങ്ങക്ക കിട്ടും കേട്ടോ. പിന്നെ ഇനി ഒരു 5-6 വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചതാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്തൊന്നും വെളുത്തുള്ളിയൊന്നും ഉപയോഗിക്കാറില്ല, നമ്മളെ നാട്ടിൽ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾക്ക് ഇനി കൂട്ടാനുണ്ട് കേട്ടോ. നമ്മൾക്ക് കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ചേർക്കാനുണ്ട് അത്ര. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെജിറ്റബിളൊക്കെ ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് വേണ്ടെങ്കിൽ ഒരിത്തിരി ഒഴിച്ചു കൊടുത്താൽ മതിയേ, കാരണം ഈ വെജിറ്റബിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പം കാരണം നമുക്ക് വെള്ളം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ. എനിക്ക് ലൂസായിട്ടില്ല പരുവത്തിലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്തത്. നിങ്ങൾ ഇത്ര വെള്ളം ചേർക്കണമെന്ന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കേണ്ട, 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം മുളകൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് നല്ലോണം ഇട്ട് കൊടുക്കണം, കാരണം എന്നാലും എരിവ് ഉണ്ടാവും. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് നല്ലോണം ചൂടായി, നല്ല തിളച്ച് വന്നിട്ട് നമ്മൾ വെള്ളം ഒക്കെ തിളച്ച് വന്ന്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്ര വെള്ളം ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ചും ഇതാക്കി എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കവർ ചെയ്തിട്ട് നമ്മൾക്ക് വേവാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിങ് ഉണ്ടാക്കാനുണ്ട്. ഞാനിത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, 1/2 കപ്പ് തേങ്ങയും പിന്നെ വേണ്ടത് 2 പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക്. പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി അത് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ, നമ്മളെ അളവനുസരിച്ചിട്ട് കേട്ടോ, 1 ടീസ്പൂണോ ജീരകം. ഓക്കെ, ചെറിയ ജീരകം കേട്ടോ, അതും നല്ല ജീരകം അങ്ങനെയല്ല പറയൽ, ചെറിയ ജീരകം എന്നാണ് ഞാൻ പറയൽ കേട്ടോ. അപ്പം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം.
ഓക്കെ. അപ്പോൾ അത് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിളൊക്കെ വെന്ത് കഴിഞ്ഞു. കുറച്ചും കൂടി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ കുറച്ച് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഓപ്പൺ ആക്കി വെക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ആറിപ്പോവും. അതിന് വേണ്ടിയിട്ടാ നമ്മളെ വെജിറ്റബിളൊക്കെ വെന്ത് കുഴഞ്ഞ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തേങ്ങ അരക്കുമ്പോൾ നല്ലോണം മെതിയാൻ പാടില്ല, ചതച്ചെടുക്കൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ച മിക്സിങ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. എനിക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ പിന്നെ അവിയൽ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ സദ്യേൻ്റെ കൂടെ കാരണം കഴിക്കാൻ വേണ്ടി പറ്റില്ല, വെജിറ്റബിൾ ചിലപ്പം ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഇതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് കിടക്കണം, അതാണ് എനിക്കിഷ്ടം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ചോറിനെയും കഴിക്കാം. ചോറിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം ഉണ്ടായാലും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇതാ കൂടുതലായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അത് മനസ്സിലായല്ല. അപ്പോൾ ഇത് പിന്നെ 2 മിനിറ്റ് നിൽക്കട്ടെ. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഓക്കെ, ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തൈര് ചേർത്താൽ മതി, കാരണം തൈര് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ലൂസായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, അപ്പം തൈര് ചേർക്കുന്നതാണ് കുറച്ചും കൂടി രസം. കുറച്ച് പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി തിളക്കാനൊന്നും പാടില്ല, ചെറിയൊരു ചൂടിൽ ഇത് ആയിക്കോളൂ കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെരുത്ത് പോകും കേട്ടോ, കാരണം തൈരിട്ടത് കൊണ്ട്. പിന്നെ ഇതൊക്കെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണയിൽ അതും കൂടി ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സമയത്തും ഒരു ടീസ്പൂണ് ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അവിയൽ ഇതാ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ അവിയൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ അവിയൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം ഇതുപോലെയുള്ള അവിയലാണെങ്കിൽ കുട്ടികൾ നല്ല വൃത്തിയിൽ കഴിച്ചോളൂ കേട്ടോ. വെജിറ്റബിളൊന്നും കാണാത്ത രീതിയിലുള്ള അവിയലാകുമ്പോൾ മറ്റുള്ളത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അവിയലല്ല ഉണ്ടാക്കുന്നത്, വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ അവിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.